ഓക്കെ, ഇനി നമുക്ക് നമ്മളെ എഡിറ്റ് ഡിലീറ്റ് അങ്ങനത്തെ സംഭവങ്ങൾ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം റിയാക്ട് ഐക്കൺസ് പറഞ്ഞിട്ടുള്ളൊരു പാക്കേജ്, റിയാക്ട് ഐക്കൺസ്, കുറച്ച് ഐക്കൺസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ ഇപ്പോൾ ഹോം ഇതാണല്ലേ, ഹോം ഇൻസ്റ്റാൾ ചെയ്യാൻ npm ഇൻസ്റ്റാൾ റിയാക്ട് ഐക്കൺസ്. ഓക്കെ, npm ഇൻസ്റ്റാൾ റിയാക്ട് ഐക്കൺസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കുറേ ഐക്കൺസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം എഡിറ്റിനുള്ള ഐക്കൺ നോക്കാം. എഡിറ്റ് എം ഡി എന്നുള്ളത് നോക്കാം നമുക്ക്. CI അടക്കട്ടെ. MDയിൽ MD മോഡ് എഡിറ്റ് അല്ലെങ്കിൽ ഇതെടുക്കാം. MD മോഡ് എഡിറ്റ്, MD എഡിറ്റ് സ്ക്വയർ, കറക്റ്റ് പേര് നമുക്കിങ്ങനെ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഞാൻ എഡിറ്റ് ബട്ടൺ ഇവിടെ കൊടുക്കാൻ പോകുന്നത് അറിയാം, ഇവിടെ കയറ്റ്. ഓക്കെ, ഇവിടെ കയറ്റ്, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ കൊടുക്കുക, ഈ കാർഡിൻ്റെ അടിയിലിട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ സിംപിൾസിറ്റിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ലാസ്റ്റൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ കാർഡിൻ്റെ അടിയിലായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ബട്ടൺ റീഡ് മോർ എല്ലാത്തിലും വന്ന് പ്രൈമറി സെക്കൻഡറി ബട്ടൺ, ഒരു സെക്കൻഡറി ബട്ടൺ റീഡ് മോർ, ഒരു ഐക്കൺ കൊടുക്കുക. തൽക്കാലം ഞാനിതിന് ടൈപ്പിന് ഒരു ഐക്കൺ കൊടുക്കുക. MD എഡിറ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ കിട്ടും കുറച്ച് ഐക്കൺസ്. അതിൽ പോയി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എഡിറ്റ് സ്ക്വയർ. ഓക്കെ, എഡിറ്റിൻ്റെ സാധനം വന്ന്. ഓക്കെ, പിന്നെ ഈ ബട്ടണ് സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാനൊന്നും നോക്കണില്ല എന്നുള്ളൂ. ഡിഫോൾട്ട് ഇടാം. ഓക്കെ, ഇത് മതി. ഓക്കെ, MD എഡിറ്റ് സ്ക്വയർ. ഇതിൻ്റെ വലിപ്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിൻ്റെ സൈസ് കൂട്ടിയാൽ ഈ ഐക്കൺസൊക്കെ ഒരു ടെക്സ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ലാർജ് കൊടുത്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ചാർജ് നല്ല വലുതായില്ല. ഓക്കെ, അതേപോലെ ഒരു XL കൊടുക്കുക. ഓക്കെ, ആക്കാൻ മതി, അത് സെറ്റാണ്. അതേപോലെ നമുക്ക് അടുത്ത ബട്ടൺ ഡിലീറ്റിന്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്കൊരു ഡിഫൈൻ്റെ ഉള്ളിലിടാം. ഫ്ലക്സ് ആയിട്ട് ഇത് ഗ്യാപ്പ് 2. ഓക്കെ, ഡിലീറ്റിന് നമുക്ക് ഡേഞ്ചർ കൊടുക്കാം. കാരണം ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റെഡ് കളറാണ് വേണ്ടത്. അപ്പോൾ ഡിലീറ്റിന് നമുക്ക് ട്രാഷ് ബിന്നല്ല നമ്മൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് MD ട്രാഷ് ഇല്ല, ഡിലീറ്റ് ഉണ്ട്. അപ്പോൾ ഡിലീറ്റ് കൊടുക്കുക. ഓക്കെ, എൻ്റർ ചെയ്യുക. അപ്പോൾ അത് ഇമ്പോർട്ടാവും. ഓക്കെ, ഇതാ 2 ബട്ടൺ വന്നു. ഓക്കെ, അപ്പോൾ എഡിറ്റിനുള്ള ഡിലീറ്റിനുള്ള സാധനം വന്ന്. ഇനി എഡിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ മോഡൽ ആദ്യം നമുക്ക് ഡിലീറ്റ് ഉണ്ടാക്കാം. ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു അലേർട്ട് വേണം. അപ്പോൾ അതിന് നമുക്ക് അലേർട്ടിന് നമുക്ക് നെക്സ്റ്റ് യു ഐ എടുക്കുക, ഇതെടുക്കുക, കമ്പോണൻസ് എടുക്കുക, അലേർട്ട് ഉണ്ടോ നോക്കുക. അലേർട്ട് ഓട്ടോ കംപ്ലീറ്റ് ഇതിൽ അലേർട്ട് മൊഡാൽ വരെയുണ്ട്. അലേർട്ട് ഇല്ലയെന്ന് തോന്നുന്നു, ഉണ്ടാവേണ്ടതാണ്. ഓക്കെ, ഇതിൽ മോഡൽ കാണാനല്ല, അലേർട്ട് കാണാനല്ല. തൽക്കാലം നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് നമ്മൾ പഠിക്കല്ലേ, നമുക്ക് ലാസ്റ്റിക്ക് നോക്കാം യുഐൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനൊന്നും സമയം കളയേണ്ട ആവശ്യമില്ല നമുക്ക്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ അതിന് നമുക്ക് ആദ്യം എന്ത് വേണം, ബ്ലോഗ് സ്ലൈസിൽ പോയിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള സാധനം കൊടുക്കണം. ഡിലീറ്റ് ബ്ലോഗ്. അതേപോലെ ഇവിടെ ഡിലീറ്റ് ബ്ലോഗ്. ഇവിടെ ഒരു ID കൊടുക്കേണ്ടി വരും നമ്മൾ. അപ്പോൾ ID കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഡബിൾ കോട്ട്സ് മാറ്റിയിട്ട് ബാക്ക് ടിക്ക് ആക്കുക. ബാക്ക് ടിക്ക് പറയുമ്പോൾ നമ്മളെ നമ്പർ പാഡ് ഉണ്ടല്ലോ, മേലെ കീബോർഡിൻ്റെ മേലെ 1 2 3 ആ 1ൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് ബാക്ക് ടിക്ക്. ഓക്കെ, എന്നിട്ട് ഇവിടെ നമുക്ക് ID സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ID ഇവിടെ നിന്ന് വരേണ്ടി, ID നമ്മൾ ഇവിടെ നിന്ന് വാങ്ങണം. ID ഇവിടെ നമുക്ക് പാസ് ചെയ്ത് വാങ്ങാം. ഓക്കെ, ഡാറ്റൻ്റെ ആവശ്യമില്ല, ഡിലീറ്റ് അല്ലത്. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഡിലീറ്റ് ഇത്ര കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ സെറ്റായി. ഇതൊക്കെ നമ്മൾ ആപ്പിയെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ ഡിലീറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതാണ്. ഇതൊക്കെ നമുക്ക് അറിയുണ്ടാവും കരുതുന്നത്, നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തതാണ്. അപ്പോൾ ആദ്യം തുടങ്ങുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് പോസ്റ്റ് മാനിൽ ചെക്ക് ചെയ്യണം, ഡിലീറ്റും പോസ്റ്റും എഡിറ്റും ഒക്കെ. ഓക്കെ,
അപ്പോൾ അത് റെഡി. എന്നാലും നമ്മൾ ഫംഗ്ഷൻ റെഡിയാണ്. നമുക്ക് ജസ്റ്റ് ഇനി അതിന് മുമ്പ് ഇവിടെ ലോഡിങ് ട്രൂ ആക്കണം, അങ്ങനത്തെ പരിപാടിയുണ്ട്. ഓക്കെ ഓക്കെ ആഡ് ഡിലീറ്റ് ബ്ലോക്ക് പെൻഡിങ്, ഡിലീറ്റ് ബ്ലോക്ക് ഫുൾഫിൽ ചെയ്യുമ്പോൾ ഇത് എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ. ഓക്കെ സെയിം സംഭവം തന്നെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുമ്പോഴുള്ള സെയിം സംഭവം. എന്നിട്ട് ഇവിടെ ഓൺ ക്ലിക്കിൽ അസിങ്ക് ഓക്കെ സജഷൻ ഉണ്ട്. ഓക്കെ അവിടെ കട്ടെ. ഇവിടെ ആദ്യം നമുക്ക് ഡിസ്പാച്ച് ചെയ്യാൻ ഡിസ്പാച്ച് ഇമ്പോർട്ട് ചെയ്യണം. കോൺസ്റ്റ് ഡിസ്പാച്ച് ഈക്വൽ ടു യൂസ് ഡിസ്പാച്ച്. അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡിസ്പാച്ച് ഡിലീറ്റ് ബ്ലോഗ് ഡിസ്പാച്ച് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ആ ബ്ലോഗിൻ്റെ ID പാസ് ചെയ്തെടുക്കുക. ഓക്കെ ആ ബ്ലോഗിൻ്റെ ID ഇതൊരു ഇൻറ്റിജറായി നമ്പറായിരിക്കും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നമ്പറായിട്ട് വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആവും. ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ 2 ID എന്നാണ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ 2 എന്നുള്ള blogs/2 എന്നാകും. ഓക്കെ ഓട്ടോമാറ്റിക്കലി. അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് അതിന് ശേഷം നമ്മൾ ഒന്നുകൂടി നമ്മുടെ ഡാറ്റ ഫെച്ച് ചെയ്യും. ഓക്കെ ഗെറ്റ് ബ്ലോഗ്സ് എന്നുള്ള ഡിലീറ്റ് ചെയ്ത ശേഷം. ഓക്കെ ഇനി നമുക്ക് നോക്കാം. ഇത് ഡിലീറ്റ് ആക്കാം, പോയി. റിയാക്ട് നേറ്റീവ് ഡിലീറ്റ് ആക്കാം, അത് പോയി. ഓക്കെ അപ്പോൾ അത് ഓക്കെ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പാച്ച് എഡിറ്റും കൂടി